എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ TV UP എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പ്രൊഫസർ ജോൺ സക്കറിയ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു നല്ല കൗൺസിലർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സാറിനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാറേ, സ്വാഗതം. താങ്ക് യു വെൽക്കം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൗൺസിലിങ്ങിനുള്ള ബന്ധത്തിലാണ് നാം ഈ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാവരും തന്നെ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആയി തീരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ ഓരോ സമയങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്, അവരറിഞ്ഞും അറിയാതെ. അങ്ങനെ സഹായിക്കുന്നവരെയാണ് കൗൺസിലർ എന്ന് പറയുന്നത്. സഹായികർ, കരുതുന്നവർ, പ്രോത്സാഹിപ്പിക്കുന്നവർ, ഉത്തേജിപ്പിക്കുന്നവർ. ആ രീതിയിൽ നാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലും, മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, അങ്ങനെ സഭയിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ ഓരോ വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആലോചനകൾ കൊടുക്കും, പ്രാർത്ഥിക്കുന്ന കഴിക്കും, ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നിരിക്കും. അതൊക്കെ കൗൺസിലിങ്ങിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ കൗൺസിലിങ് എന്നുള്ളതായ പ്രത്യേക കല മാത്രമല്ല ആത്മീയ ശുശ്രൂഷ. അത് ചെയ്യുന്നതിന് ഒരു കൗൺസിലർക്ക് കുറെ കൂടെ അത്യാവശ്യമായ ചില യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ആ യോഗ്യതകൾ മിക്കവാറും ദൈവത്തോട് ബന്ധത്തിൽ, ക്രിസ്തീയ കൗൺസിലറെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവവചനത്തിലൂടെയും ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടെയും ലഭിക്കാൻ സാധിക്കുന്നതാണ്. ബൗദ്ധികമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഒരേ ലെവലിൽ പ്രാപിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ എല്ലാവർക്കും ഏതെങ്കിലും ലെവലിൽ പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈകാരികമായിട്ടും പിന്നീട് നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ, വിൽ പവറിനോടുള്ള ബന്ധത്തിലും ഒക്കെ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ, കൗൺസിലിങ് ഒരു പ്രൊഫഷനായിട്ടോ ഒരു ശുശ്രൂഷയായിട്ടോ എടുത്തിട്ടില്ലെങ്കിൽ പോലും ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷ നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഒരു കൗൺസിലിംഗ് എന്നുള്ളതായ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതായ ഒരു സമൂഹ ജീവിയാണ് നമ്മൾ. പലപ്പോഴും ബന്ധങ്ങൾ തകർക്കപ്പെടുന്നത് വേണ്ടതുപോലെ എങ്ങനെ ആളുകളോട് ഇടപെടണമെന്ന് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട്, ആത്മാർത്ഥതയോടെ, പരമാർത്ഥതയോടെ, ഒരുപക്ഷെ സ്നേഹത്തോടെ, കരുതലോടെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ദോഷമായിട്ട് കാണാം. ഈ അടുത്തിടയിൽ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, ഒരു സ്നേഹിതന്റെ മകൾ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭവനം. ആ കുട്ടിയെ ഒത്തിരി കാലം കൂടെ ഞാൻ കണ്ടതായ സമയത്ത് അവൾ നല്ല തടിയൊക്കെ വെച്ച് ഒരു 10-12 വർഷം മുമ്പ് കണ്ടതിനേക്കാളൊക്കെ നല്ല യുവതിയായിട്ട് തീർന്നു. അപ്പം ഞാൻ എൻ്റെ സ്വതസിദ്ധമായ അപ്പോഴുണ്ടായ പ്രതികരണത്തെ പറഞ്ഞു, നല്ല വണ്ണമൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു. ഞാനത് സന്തോഷമായിട്ട് പറഞ്ഞതാ. അവൾ ഒരുപാട് വണ്ണം കൂടിയവളാണെന്നുള്ള രീതിയിൽ ഒബീസിറ്റിയെ കുറിച്ചല്ല പറഞ്ഞത്. അത് അവൾ കേട്ടത് കുറെ നാളുകൾക്ക് മുമ്പാണ്. ഈയിടെ ഒരു സാഹചര്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറൊരു കൗൺസിലറാണല്ലോ, എന്നെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് എന്നെ വളരെ വേദനിപ്പിച്ചു.
അപ്പൊ അതിനൊരു പശ്ചാത്തലം അവളുടെ ഭാഗത്തുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ ഈയിടെ പല ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയത് കൊണ്ട് ഞാൻ ഇത്ര വണ്ണം വെച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിമർശനമായിട്ട് സാറ് പറഞ്ഞത് എന്നെ വളരെ വേദനിപ്പിച്ചു. എനിക്കറിയില്ലായിരുന്നു അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വണ്ണം വെച്ചതെന്നും. എങ്കിൽ പോലും ആ വണ്ണം ഒരു വലിയ കൂടിയതായിട്ട് ഞാൻ കണക്കാക്കിയില്ല. പിന്നെയും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു, നിനക്ക് വിഷമം തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പൊ പിന്നീട് മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ എന്താ സംഭവം, അവളെ പല ആളുകളും ഇതുപോലെ വിമർശിച്ചു അല്ലെങ്കിൽ കമന്റ് ചെയ്തു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ്. എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയല്ല. മറ്റുള്ളവരെ പല കാര്യങ്ങളും ഉദ്ദേശമെന്തോ ആളുകൾ കാഷ്വലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയും. ആ കൂട്ടത്തിൽ എന്നെയും പെടുത്തി. എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരും മക്കളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ, സഹോദരങ്ങളും കൂട്ടുകാരുമായിട്ട് ഇടപെടുമ്പോൾ, കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഇടപെടുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പക്വതയേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ പരിജ്ഞാനം, അറിവ് ആവശ്യമായിട്ടുള്ള. അപ്പോൾ ആ ലെവലിലും നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടും. ഒരുപക്ഷെ ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ട് തീർക്കാൻ സാധിക്കണം നിർബന്ധമില്ല. എടുക്കാനുള്ള വിഷയങ്ങളുണ്ട്, 1-2 ക്ലാസ്സുകൾ എടുക്കാനുള്ളതായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പൊതുവെ ഉള്ളതായ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുവാനായിട്ടും അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശുശ്രൂഷയിലോ ബന്ധങ്ങളിലോ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലോ സഹായകരമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ക്രിസ്തീയ കൗൺസിലിങ്ങിൽ കൗൺസിലറുടെ അറിവുകളേക്കാൾ കൂടുതൽ, കഴിവുകളേക്കാൾ കൂടുതൽ പ്രധാനം എന്നുള്ളത് കൗൺസിലറുടെ വ്യക്തിത്വമാണ്. ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട സംഗതി. നമുക്കുള്ള കഴിവുകളുണ്ട്, അറിവുകളുണ്ട്, അതൊക്കെ ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വ്യക്തിത്വം. പാൽപായസം തരുന്ന പാത്രം എങ്ങനെയുള്ളതാണെന്നുള്ള പ്രധാനമാണ്. വളരെ മധുരമായിട്ടുള്ള പാൽപായസമായിരിക്കും. പക്ഷേ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ഒരു കപ്പിലോ പൊട്ടിപ്പോയതായ ഒരു ഗ്ലാസ്സിലോ ചീത്തയായിട്ടുള്ളതായ അല്ലെങ്കിൽ ക്ലാവ് പിടിച്ചതായ ഒരു പാത്രത്തിലോ തന്നാൽ എത്ര മധുരമാണെങ്കിലും നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ പ്രധാനമാണ് ഒരു കൗൺസിലറുടെ ജീവിതം. ആ കൗൺസിലർ എത്രമാത്രം പക്വതയുള്ളതും വിശുദ്ധിയുള്ളതും ഉപയോഗയോഗ്യമായതും എല്ലാ വിധത്തിലും മനോഹരമായിട്ടുള്ളതായ ഒരു വ്യക്തിത്വമായിരിക്കണം. മനോഹരമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആരുടെ നിറത്തെക്കുറിച്ചല്ല പറയുന്നത്. കറുത്ത ആളുകൾ, നിറം കുറഞ്ഞ ആളുകൾ, വേറൊരു കളറുള്ള ആളുകൾ അവർ മനോഹരമല്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. നിറം കുറഞ്ഞതായ ആളുകൾ, കറുത്ത ആളുകൾ, എത്ര മനോഹരികളായിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതന്റെ ഭാര്യ ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. കാര്യം പോലെ കറുത്ത. പക്ഷേ ആ കുട്ടിയെ കണ്ടാൽ, കുട്ടിയല്ല പ്രായമുണ്ട്, റിട്ടയർ ചെയ്താണ്, അവരെ കണ്ടാൽ ഹൃദയത്തിൽ താല്പര്യവും നന്മനസ്സുള്ളവർക്ക് സൗന്ദര്യവും സന്തോഷവും തോന്നും. അപ്പോൾ നിറമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കൗൺസിലറുടെ യോഗ്യത ഏറ്റവും പ്രധാനമാണ്, പ്രത്യേകിച്ച് ക്രിസ്തീയ കൗൺസിലിംഗിൽ. അതിൽ ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ബുദ്ധിപരമായ ഒരു ശുശ്രൂഷ മാത്രമല്ല. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആശ്വാസം പ്രാപിച്ച് ആശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ കൗൺസിലർ. നമുക്കറിയാം കൗൺസിലിംഗിൽ ആശ്വാസമാണ് പ്രധാനം. ആ ആശ്വാസം തന്നെ പ്രധാനമായും ദേഹി മണ്ഡലത്തിലാണ് ഉണ്ടാകുന്നത്. ആത്മാവ്, ദേഹി, ദേഹം 3 ഭാഗം നമുക്കുണ്ട്. അതിൽ ദേഹി മണ്ഡലത്തിലാണ് അസ്വസ്ഥതയാണെങ്കിലും ആശ്വാസമാണെങ്കിലും ഉണ്ടാകുന്നത്. ജീവിതത്തിലെ
വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങൾ, നഷ്ടബോധങ്ങൾ എല്ലാം കൂടുതലായിട്ട് നമ്മെ ബാധിക്കുന്നത് നമ്മുടെ ദേഹി മണ്ഡലത്തിലാണ്. അതിൽ തന്നെ വിചാരമണ്ഡലമുണ്ട്, വികാരമണ്ഡലമുണ്ട്. അതിൽ വികാരമണ്ഡലത്തിലാണ് നമ്മെ കൂടുതൽ ബാധിക്കുന്നത്, വൈകാരികമായിട്ടാണ് നമ്മെ കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെയുള്ളതായ അവസ്ഥയിൽ ഒരാശ്വാസം പ്രാപിച്ചതായ ഒരു വ്യക്തി വേണം ആശ്വാസത്തിന് കാരണക്കാരായി തീരുവാൻ. ഞാൻ പറയുന്നു, ആശ്വാസം നമ്മൾ കൊടുക്കുന്നതല്ല, അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ആശ്വാസത്തിന് മുഖാന്തരമായി നാം ആയിത്തീരണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് വായിക്കുമോ? 2 കൊരിന്ത്യർ 1-3 മുതൽ 7 വരെ. മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ആശ്വാസം, ആശ്വാസം എന്ന വാക്ക് ഈ ഭാഗത്ത് എല്ലാ വാക്യങ്ങളിലും ഒന്നോ ഒന്നിലധികമോ പ്രാവശ്യം കാണാം. ഒരു കാര്യം നാം വ്യക്തമായിട്ട് ഓർത്തിരിക്കണം, ഒരു ക്രിസ്ത്യൻ കൗൺസിലിങ്ങിൽ ആശ്വാസം നൽകുന്നത് ദൈവമാണ്. ഇവിടെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സലിവുള്ള പിതാവ്. മനസ്സിന്റെ അലിവ്, മനസ്സിലുള്ളതായ കരുതൽ, നമുക്കതാണല്ലോ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഏത് പ്രായത്തിലും ഏത് നേട്ടങ്ങളുടെ മധ്യത്തിലും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സലിവ് ഒരു പ്രധാനപ്പെട്ടതായ സംഗതിയാണ്. കൊച്ചുകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്ക് മാത്രമല്ല, യൗവനക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും മനസ്സലിവ്, കരുണ, ദയ ആവശ്യമായിരിക്കും. മനസ്സലിവുള്ള പിതാവും പിന്നെ സർവാശ്വാസവും നൽകുന്ന ദൈവം. എല്ലാ ആശ്വാസങ്ങളുടെയും ഉറവിടം ദൈവമാണ്. ആ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസമാണ് നാം മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കേണ്ടത്. നാം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹൃദയം ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഹൃദയം. എന്താണ് ഹൃദയം? ചിന്തിക്കുന്നതായ മണ്ഡലം, ആലോചിക്കുന്ന മണ്ഡലം, പ്രകടിപ്പിക്കുന്ന മണ്ഡലം, വികാരം കൊള്ളുന്നതായ മണ്ഡലമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാൻ സാധ്യമല്ല. എങ്കിലും നമ്മുടെ ദേഹി മണ്ഡലത്തിൽ വികാരങ്ങൾ ഉള്ളതായ ആ ഭാഗം നമ്മള് ഹൃദയവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനസ്സലിവുള്ള പിതാവ്, സർവാശ്വാസവും നൽകുന്ന ദൈവം. ആ ദൈവത്തെ വാഴ്ത്തപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്തീയ കൗൺസിലർ ആശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവൾ ആയിരിക്കണം. വളരെ നല്ല ഒരു ക്രിസ്തീയ ശുശ്രൂഷയിൽ, സുവിശേഷ വിഹിത ശുശ്രൂഷയിൽ, ഒരുപക്ഷെ ഞാൻ ഇതിനു മുമ്പേ ഈ ഉദാഹരണം പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിലും സാരമില്ല. വിദേശത്ത് മറ്റൊരു രാജ്യത്ത് IFISുമായിട്ട് ഇന്റർവേഴ്സിറ്റി ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായ ഒരു വ്യക്തി നാട്ടിൽ തിരിച്ചു വന്നതായ സമയത്ത് അദ്ദേഹത്തെ ഞങ്ങളുടെ
കൗൺസിലിംഗ് കോഴ്സിന് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. അദ്ദേഹം ക്ലാസ് എടുത്തു. ഒരു പക്ഷെ ഞാൻ പറഞ്ഞ ഉദാഹരണമായിരിക്കാം. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് വന്നാൽ അന്ന് ഞാൻ കൗൺസിലിംഗ് നിർത്തും. എന്ന് പറഞ്ഞാൽ ഞാൻ കൗൺസിലറാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയുള്ള ആളാണ്, എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രോബ്ലവും ഇല്ല. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പാണ്, 10-30 വർഷങ്ങൾ മുമ്പാണ് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുന്നതായ ഭാര്യ, ഇന്നത്തെ പോലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തടത്ത് ചെയ്തതായ ചികിത്സകളൊന്നും ഫലിക്കാതെ ആയി മരണത്തോടടുത്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ അസ്വസ്ഥതയുമായിട്ട് കഴിയുക മാത്രമല്ല, 2-3 കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കാനും കൂട്ടായിട്ടിരിക്കാനും ഒരു പുതിയ സഖിയെ അന്വേഷിച്ചു നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ക്ലാസ് എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്തതായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് അവളുമായിട്ട് സംസാരങ്ങളൊക്കെ നടത്തി അവളോട് ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം പറഞ്ഞ് മരിക്കാറായിരിക്കുന്ന ഭാര്യയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പറഞ്ഞ് സഹതാപവും ഒക്കെ പിടിച്ചു പറ്റിയതായ ഒരു സമയം. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഉദ്ദേശം എന്താണെന്ന്. വിശദാംശയിൽ കടക്കുന്നില്ല. അവളെ സ്വന്തമാക്കാനായിട്ടുള്ളതായ ചില കാര്യങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് അവളെ കണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച് ഒരു അപകടത്തിൻ്റെ സ്ഥാനത്ത് ചെന്നു. അവള് ഭയപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹമാണ് പറഞ്ഞത്, എനിക്ക് കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കൗൺസിലിംഗ് പ്രവർത്തനം നിർത്തുക. ആ വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നീട് ഞാൻ അറിഞ്ഞു പുള്ളിക്ക് അതുപോലുള്ളതായ ഒത്തിരി സ്വഭാവങ്ങൾ ഉണ്ടെന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം ആരും പൂർണ്ണരല്ല. എനിക്കും നിങ്ങളിൽ ഓരോരുത്തർക്കും എൻ്റെ ഈ പ്രായത്തിലും ആശ്വാസവും ഗുണദോഷവും അല്ലെങ്കിൽ കൗൺസിലിങ്ങും ആവശ്യമായിട്ട്. എന്നാൽ എന്നും ആവശ്യത്തിലായിരിക്കുകയും ഒരിക്കലും തൃപ്തിയല്ലാതിരിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് ചെയ്യാൻ സാധ്യമല്ല. മറ്റൊരു സംഭവം, തെന്നിന്ത്യയിൽ വളരെ പ്രശസ്തനായ ഒരു കൗൺസിലർ ഉണ്ട്, എഴുത്തുകാരനും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവനും. കേരളീയനായിരുന്നെങ്കിലും കേരളത്തിന് പുറത്താണ് ജീവിച്ചിരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-40 വർഷമാണെന്ന് വിചാരിച്ചു, അത് കൂടുതലുണ്ടാകും. അദ്ദേഹം ക്രിസ്ത്യൻ ആണെങ്കിലും ക്രിസ്ത്യൻ കൗൺസിലർ ഒന്നും ആണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. സൈക്കോളജിയൊക്കെ പഠിച്ച് പല കാര്യങ്ങളും പഠിച്ചു. എൻ്റെ ഒരു സ്റ്റുഡൻറ്, ഒരു ലേഡി സ്റ്റുഡൻറ്, അവളുടെ കസിൻ ആണ് ഈ കൗൺസിലറുടെ മകൾ. എന്താ ബന്ധമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അവളുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. ഈ കസിൻ കൊച്ചിനെ ഒരു ദിവസം എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നു. ആരുടെ? വളരെ പ്രശസ്തനായ ഒരു കൗൺസിലറുടെ മകളെ. അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാമോ? കാഴ്ച വളരെ കുറവായ അവളുടെ മാതാവ്, വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയേണ്ടി വരുന്നതായ മാതാവ്, പ്രശസ്തനും പ്രഗത്ഭനുമായ പിതാവ്. അവർ തമ്മിൽ ഭവനത്തിൽ സ്വസ്ഥതയിൽ. അത് ഈ കുട്ടിയെ വളരെയധികം ബാധിച്ചു. ഞാൻ അവളുമായിട്ട് സമയം ചെലവഴിച്ചു. അവൾക്ക് ആശ്വാസം ലഭിച്ചു. അവൾ വിവാഹിതയും എവിടെയാണ്. ഞാൻ പറയാൻ വന്നത്, കൗൺസിലിങ്ങിൻ്റെ പ്രശസ്തനായ വക്താവായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആശ്വാസമില്ല. പ്രിയമുള്ളവരെ, നാം ആശ്വാസം പ്രാപിച്ച് ആശ്വാസം കൊടുക്കുന്നവരായി തീരണം. സ്വന്തം അനുഭവത്തിൽ ഇല്ലാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കരുത്. അത് പാളും, അത് ദൈവം അനുഗ്രഹിക്കുകയില്ല. ഇവിടെ നാം വായിക്കുന്നത് 4-ാം വാക്യത്തിൽ,
ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന്. അപ്പോൾ ആശ്വാസം എന്ന് പറയുന്നത് കഷ്ടതയിലാണ്. എല്ലാം സമൃദ്ധിയായിരിക്കുമ്പോൾ ആശ്വാസം പ്രാപിക്കണം, ആശ്വാസം കൊടുക്കണം എന്നാരും പറയേണ്ട കാര്യമില്ല. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളുടെയും വേദനകളുടെയും പോരായ്മകളുടെയും മധ്യത്തിൽ ഉണ്ടാകുന്നതാണ് അസ്വസ്ഥത. ആ അസ്വസ്ഥതയുള്ളതായ അവസ്ഥയിൽ കഷ്ടതയുടെ മധ്യത്തിൽ ആശ്വാസം കൊടുക്കുവാൻ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ധാരാളം കഷ്ടങ്ങളിൽ കടന്നുപോയി, എന്നാൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ചതായ ആശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ആശ്വാസം കിട്ടുന്നത് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു ദൗത്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക്. എന്നിട്ട് പിന്നീട് പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ, 5-ാം വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ ഫലമായി ധാരാളം കഷ്ടങ്ങൾ കൂടെ പൗലോസിന്റെ സ്നേഹിതരെ കടന്നു പോകുന്നു. ഞങ്ങൾ അങ്ങനെ കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് കഷ്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൗലോസ് പറയാ, അതോടൊപ്പം ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ ആശ്വാസം പെരുകുന്നു. പ്രിയരെ, ശ്രദ്ധിച്ചാട്ടെ, ആശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? കഷ്ടത വേണം. ആശ്വാസം വേണമെങ്കിൽ കഷ്ടത വേണം. ആശ്വാസം പെരുകണമെങ്കിൽ കഷ്ടത വർദ്ധിക്കണം. ഇന്നത്തെ സമൃദ്ധിയുടെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഷ്ടതകൾ വർദ്ധിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശുശ്രൂഷകരും സാമാന്യ ജനവുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം വർദ്ധിക്കണമെങ്കിൽ കഷ്ടങ്ങൾ വർദ്ധിക്കണം. അത് നമ്മൾ പ്രത്യേകം ഓർത്തിക്കണം. ആ കഷ്ടങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾക്കാണ് ഏത് വിധത്തിലുള്ള കഷ്ടങ്ങൾ കൂടെ പോകുന്നവരെയും ആശ്വസിപ്പിക്കാൻ പ്രാപ്തി ലഭിക്കുന്നത്. കുറച്ച് ആശ്വാസമുള്ളവര് കുറച്ച് ആശ്വാസം കൊടുക്കും. കൂടുതൽ ആശ്വാസം പ്രാപിക്കുന്നവര് കൂടുതൽ ആശ്വാസം കൊടുക്കും. നമുക്ക് കൂടുതൽ ആശ്വാസം വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കഷ്ടതകൾ വേണം. അതുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുന്ന ശുശ്രൂഷയിൽ, കൗൺസിലിങ്ങിന്റെ ശുശ്രൂഷയിൽ ഒരാള് കൂടുതൽ പ്രഗത്ഭനായി, കൂടുതൽ സഹായിയായി, കൂടുതൽ പ്രയോജനപ്പെടുന്നവനായി തീരണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വർദ്ധിക്കും. കഷ്ടങ്ങൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ എന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് വായിക്കുന്നു, 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. വരമാണ്. പല കൃപാവരങ്ങളുണ്ട്. നമുക്ക് വലിയ താല്പര്യമുള്ളതായ ഒരുപാട് കൃപാവരങ്ങളുണ്ട്. അന്യഭാഷ കൃപാവരം ആഗ്രഹിക്കുന്നവരുണ്ട്. അത്ഭുത രോഗശാന്തി അതുപോലുള്ളതായ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ കഷ്ടത ഒരു കൃപാവരമാണ് എന്ന് മനസ്സിലാക്കി ആ കൃപാവരം പ്രാപിക്കുന്നവർ, കഷ്ടതയിൽ വർദ്ധിക്കുന്നവർ, ആശ്വാസം വർദ്ധിക്കുകയും മറ്റാർക്കും അതിനേക്കാൾ കഷ്ടത കുറഞ്ഞവരും ആശ്വാസം കുറഞ്ഞവരുമായ ആളുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസത്തിന്റെ മുഖാന്തരങ്ങളായി തീരുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കഷ്ടതകൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് അനുഗ്രഹമായി കാണുവാൻ സാധിക്കണം.
എത്ര കഷ്ടത വർദ്ധിച്ചാലും അതിനോടൊപ്പം ആശ്വാസം നമുക്ക് ലഭിക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കൂടെയാണ് നമുക്ക് കഷ്ടം തരുന്നത്. നമുക്ക് കഷ്ടം തരുന്നത് അതിലൂടെ പല പാഠങ്ങൾ പഠിക്കാനുണ്ട്, അതിന് മധ്യത്തിൽ നാം ആശ്വാസം പ്രാപിക്കാനുണ്ട്. എന്നാൽ അതിലുപരിയായി പ്രത്യേകിച്ച് ക്രിസ്തീയ ശുശ്രൂഷയുള്ളവർ എല്ലാവരും ക്രിസ്തീയ ശുശ്രൂഷകരാണ്, എല്ലാവരും ക്രിസ്തീയ ശുശ്രൂഷകരായിരിക്കണം. പ്രസംഗകരെന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും കാരണമാണ്. ഞങ്ങൾ ആശ്വാസം പ്രാപിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടതകൾ പോലെ നിങ്ങളും കഷ്ടതകൾ സഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കും ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയാണ്. എത്ര മനോഹരമായ ഒരവലോകനമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കൂടുതലായിട്ട് കഷ്ടങ്ങൾ അനുഭവിച്ച് അതിൻ്റെ മധ്യത്തിലെല്ലാം ആശ്വാസം പ്രാപിച്ച് സ്വസ്ഥത അനുഭവിക്കുന്നതായ വ്യക്തികളിൽ കൂടെയാണ് ദൈവം മറ്റുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ റോമർ 8:28 ചിന്തിച്ചു നോക്കിയാട്ടെ. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവിടെ സകലവും എന്ന് പറഞ്ഞിരിക്കുന്നത് കഷ്ടങ്ങളെ കുറിച്ചാണ്, നെഗറ്റീവ്സിനെ കുറിച്ച്. എല്ലാ നെഗറ്റീവ്സും സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. നമ്മെ കൂടുതലായിട്ട് ദൈവത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും നാം സമൃദ്ധിയായ ജീവൻ ക്രിസ്തീയ അനുഭവം ഉള്ളവരായി തീരുന്നതിന് വേണ്ടിയും കഷ്ടങ്ങൾ നമ്മളുടെ അവകാശമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കഷ്ടങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെ അവന്റെ പ്രശ്നങ്ങളിൽ സഹായിക്കുവാൻ സഹായിയായ കൗൺസിലർ തൻ്റെ പ്രശ്നങ്ങളിൽ ആശ്വാസം കണ്ടെത്തിയവനായിരിക്കണം. ഒരു സന്യാസി, മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സന്യാസിയുടെ അടുക്കല് ഒരു കൊച്ചു മകനെയും കൊണ്ട് അവന്റെ ഒരു ദുസ്വഭാവത്തെ കുറിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു അമ്മ കൊണ്ടുപോയി. വിഷയങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, ഗുരു പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞോട്ട് വാ. ഒരാഴ്ച കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ചില ഉപദേശങ്ങൾ കൊടുത്തു. അപ്പൊ ചോദിച്ചു, എന്താണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ ഉപദേശം തരാഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഈ പൈതലിന്റെ ദുസ്വഭാവം പോലെയുള്ളതായ ഒരു ദുസ്വഭാവം എനിക്കുണ്ടായിരുന്നു. അത് മാറിക്കിട്ടിയെങ്കിൽ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടത്. ഒരാഴ്ചയായിട്ട് ഞാൻ ആ ദുസ്വഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എത്ര മനോഹരമായ ഒരു സംഗതി. ഇന്ന് നാം പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, ഗുണദോഷങ്ങൾ പറയുന്ന ഉൾപ്പെടെ, പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ഉൾപ്പെടെ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് അനുഭവമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറയുന്നതായ ക്രിസ്തീയ ശുശ്രൂഷകരില്ലേ? നാം യോഗ്യരല്ല. അങ്ങനെ നാം ആശ്വാസം പ്രാപിച്ചിട്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി തീരണം എന്നുള്ളതായ പ്രഥമമായ കാര്യത്തോടൊപ്പം ചില പ്രത്യേക സ്വഭാവങ്ങളും രീതികളും നമുക്കുണ്ടായിരിക്കണം എന്നുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം. പ്രത്യേകമായി 5 കാര്യങ്ങളാണ്
നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിലൊരു കാര്യം വിശദമായി പഠിപ്പിക്കണമെങ്കിൽ 2 or 3 ക്ലാസ്സുകൾ വേണം. അത് ഞാൻ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഒന്ന്, എന്തുകൊണ്ട് ഒരു ക്രിസ്തീയ കൗൺസിലർ, നല്ലൊരു കൗൺസിലർക്ക് ചില അടിസ്ഥാന അത്യാവശ്യ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. യോഗ്യതയുടെ അത്യാവശ്യകത. 2, അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണ്? 3, യോഗ്യതയോടുള്ള ബന്ധത്തിലുള്ളതായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം കാര്യങ്ങളാണ്? 5 കാര്യങ്ങളില് യോഗ്യതാ സ്വഭാവങ്ങൾ ഉണ്ടാകണം. 1, ശാരീരികമായി. 2, ദേഹി മണ്ഡലത്തിൽ, വികാരം, ഇച്ഛാശക്തി ഇവയിൽ. 3, വ്യക്തിപരമായി അഡ്ജസ്റ്റ്മെന്റ്സ്. 4, ആധ്യാത്മികമായ സ്വഭാവവിശേഷങ്ങൾ. 5, നൈപുണ്യങ്ങൾ, സ്കിൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ മിനിമം 2-3 ക്ലാസ് എങ്കിലും വേണം. എങ്കിലും ഞാൻ ചുരുക്കമായിട്ട് പറയും. എന്നിട്ട് അവസാനം ദൈവം ഉപയോഗിക്കുന്ന ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യോഗ്യതയുടെ അത്യാവശ്യകത. നമുക്ക് ഇങ്ങനെയുള്ള യോഗ്യത ഉണ്ടായിരിക്കേണ്ടതിന്റെ അത്യാവശ്യകത 2 കാര്യങ്ങളാണ്. 1, നമ്മുടെ അടുക്കൽ വരുന്ന കൗൺസിലിയുടെ സുരക്ഷിതത്വം. നമ്മുടെ അടുക്കൽ വരുന്ന കൗൺസിലി സുരക്ഷിതനായി ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. 2, നമ്മുടെ തന്നെ കൗൺസിലറുടെ തന്നെ സുരക്ഷിതത്വമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം. 1, കൗൺസിലിയുടെ സുരക്ഷിതത്വം. 2, കൗൺസിലറുടെ സുരക്ഷിതത്വം. എന്താണ് ഈ സുരക്ഷിതത്വം ഇല്ലാതെ വരുന്ന അരക്ഷിതാവസ്ഥ? എന്താണ്? കൗൺസിലിംഗ് കൂടെ സമയം ചെലവഴിച്ചാൽ 2 പേർക്കും ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥ എന്താണ്? കൗൺസിലിംഗ് വളരെ ആകർഷകമായ ഒരു ഫീൽഡാണ്. ചില ആളുകൾ കൗൺസിലിംഗ് തിരഞ്ഞെടുക്കുന്നത് തന്നെ ഭവനത്തിൽ വേണ്ടതായ അംഗീകാരം ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ കിട്ടാതെ വന്നാൽ, സഭയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന രംഗത്ത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ, കരുതലില്ലാതെ ഇരിക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു വ്യക്തി ആവശ്യവുമായിട്ട് മുമ്പിൽ വരും. വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടാവും വ്യക്തി വരുന്നത്. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തതായ മക്കളും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും, ശാസിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതായ ഓഫീസറും, ഒരു സ്വസ്ഥതയുമില്ലാത്തതായ അവസരത്തിൽ ഇതാ ഇവിടെ പഞ്ചപുച്ഛം അടക്കി വിധേയപ്പെട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമായിട്ട് അനുസരണ ഭാവത്തോടെ, ആശ്രിത മനോഭാവത്തോടെ ഒരു വ്യക്തി വരുന്നു. നമ്മിൽ മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു വിഷയം. ഒരുപാടാകരുതെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങള്, പിന്നെ നമ്മുടെ സമയം വളരെയധികം കവർന്നെടുക്കുന്നതായ അവസ്ഥകള്, മറ്റ് പല ജോലികളും ഉണ്ടെങ്കിൽ അതിലെല്ലാം അതൊന്നും ചെയ്യാൻ വയ്യാത്ത പോലെ നമ്മുടെ സമയമോ നമ്മുടെ പണമോ ഒക്കെ ചൂഷണം ചെയ്യുന്നതായ അവസ്ഥകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ആശ്രയിക്കുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു വിഷയം. അത് ദോഷമാണ്. കൗൺസിലിംഗും ദോഷമാണ്, കൗൺസിലർക്കും ദോഷമാണ്. വിശേഷപ്പെട്ട വിലയേറിയതായ കൗൺസിലറുടെ സമയങ്ങൾ നഷ്ടപ്പെടും. അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. ഒരു കൗൺസിലറും കൗൺസിലിംഗും കൂടെ ദീർഘസമയമോ ദീർഘ ദിവസങ്ങളിലോ
സമയം ചെലവഴിക്കുന്നതിനകത്ത് സന്തോഷം തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ കൗൺസിലർക്കുണ്ടാകാം. മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുന്നതിൽ സന്തോഷമുള്ളവരുണ്ട്. ദുഃഖകഥകളായാലും ശരി, അതുപോലെ തന്നെ വൈകാരികമായ കാര്യങ്ങളായാലും ശരി, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തില് ഉള്ളതായ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, സെക്ഷുവലായിട്ടുള്ളതായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഥ കേട്ടിരിക്കാനായിട്ട് സന്തോഷം തോന്നും. ഇതൊക്കെ കൗൺസിലിക്കും നഷ്ടമാണ്, കൗൺസിലർക്കും നഷ്ടമാണ്. പ്രത്യേകിച്ച് കൗൺസിലറുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളതായ വ്യക്തിയാണെങ്കിൽ, പുരുഷനാണ് കൗൺസിലറെങ്കിൽ വരുന്നത് കൗൺസിൽ ഒരു സ്ത്രീയാണെങ്കിൽ, പുരുഷന്മാർ സ്ത്രീകളുമായിട്ടും സ്ത്രീകൾ പുരുഷന്മാരുമായിട്ടും കൗൺസിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് കൗൺസിലിംഗ് എങ്കിൽ അതിൻ്റെതായ ഒരു വലിയ ആസ്വാദ്യത കൗൺസിലർക്കുണ്ടാകാം, കൗൺസിലിംഗും ഉണ്ടാകാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ തകരാറിലായിരിക്കുന്നതായ ഒരു സ്ത്രീ വേണ്ടതുപോലെ തന്നെ മനസ്സിലാക്കാതെയും അംഗീകരിക്കാതെയും ആശ്വസിപ്പിക്കാതെയും പ്രോത്സാഹിപ്പിക്കാതെയും സഹായിക്കാതെയും ഇരിക്കുന്ന ഒരു ഭർത്താവ്. ഇവിടെ ഇതാരും കൗൺസിലർ ശാന്തമായിരുന്നു കേൾക്കുന്നു, അവളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു, സൗഹൃദമായിട്ട് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് ഗ്രാജുവലായിട്ട് അവൾ കൗൺസിലറിൽ ആശ്രയിക്കുന്നു. കൗൺസിലറെ വിട്ടുപിരിയാൻ മനസ്സ് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും പിന്നെയും ഫോൺ വിളിക്കുന്നു. ആ ഫോൺ എടുക്കാനും സംസാരിക്കാനും കൗൺസിലർക്ക് താല്പര്യം തോന്നുന്നു. ഇതൊക്കെ ഇരുവരുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന സംഗതിയാണ്. കൗൺസിലറുടെ ഇഫക്റ്റീവായിട്ടുള്ളതായ ശുശ്രൂഷയെ ബാധിക്കും. അവന്റെ ചിന്തകൾ മാറുന്നു. കൗൺസിലിൽ പോയി കഴിഞ്ഞാലും കൗൺസിലിയെ കുറിച്ചുള്ള ഓർമ്മകൾ, അത് പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡർ, അവളുടെ സംസാരം, അവളുടെ ഭാവം, അവളുടെ നോട്ടം, അവളുടെ ഡ്രസ്സ്, ഇങ്ങേറ്റം അവൾ ഉപയോഗിച്ച ഈ പെർഫ്യൂം വരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതായ കൗൺസിലർ ഉണ്ടായാൽ അപകടം. വിദേശ രാജ്യങ്ങളിൽ ഇവിടെ ഉണ്ടോന്ന്, ഇവിടെ അത്രയും ഉണ്ടായോ എന്ന് എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. കൗൺസിലിങ്ങിന് വന്നു കഴിഞ്ഞിട്ട് കൗൺസിലറും കൗൺസിലിംഗും കൂടെ ഒളിച്ചോടി പോകുന്നതായ അനുഭവങ്ങൾ വരെ. കാരണം എന്നാ, ഈ കൗൺസിലർക്ക് തന്നെ ഭവനത്തിൽ റിജക്ഷൻ എക്സ്പീരിയൻസ്, കൗൺസിലിക്ക് അവളുടെ ഭവനത്തിലും റിജക്ഷൻ എക്സ്പീരിയൻസ്. അപ്പൊ അവിടെ ഒത്തുപോകാത്തതായ സംഗതി ഇതാ ഇവിടെ വളരെ സൗഹൃദമായിരിക്കുന്നു, അവരൊരുമിച്ച് അങ്ങ് ജീവിച്ചാൽ എന്ന് ചിന്തിക്കുന്നതായ അവസ്ഥ വരെ ഉണ്ടാകാം. ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഓപ്പോസിറ്റ് ജെൻഡർ ആകണമെന്ന് നിർബന്ധമില്ല. സെയിം ജെൻഡർ, ഒരു പുരുഷൻ കൗൺസിലറും ഒരു പുരുഷൻ കൗൺസിലറുമാണെന്ന് വിചാരിച്ചോളൂ. വീണ്ടും വൈകാരികമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ കൗൺസിലറും തുല്യ ദുഃഖിതനാണെങ്കിൽ അവർ തമ്മിൽ ഉള്ള ബന്ധത്തിൽ തന്നെ അവിഹിതമായിട്ടുള്ളതായ കാര്യങ്ങൾ വരാം. ഹോമോസെക്ഷൽ അഫയേഴ്സ് വരെ വരാം. സ്ത്രീ തന്നെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കണം നിർബന്ധമില്ല. കൗൺസിലറിൽ അമിതമായി ആശ്രയിക്കുകയും കൗൺസിലറിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതായ ഒരു കൗൺസിലിയും അപകടത്തിലാണ്, കൗൺസിലറും അപകടത്തിലാണ്. അതുകൊണ്ട് കൗൺസിലർക്ക് അടിസ്ഥാനപരമായ പല യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. കൗൺസിലർ വഴിവിട്ടു പോകാതിരിക്കാൻ, വീഴ്ചയിലാകാതിരിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. കൗൺസിലി ഒരു പക്ഷേ ബോധപൂർവമായിട്ടോ ബോധപൂർവമല്ലാതെയോ
കൗൺസിലറെ ട്രാപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചെന്നും വരാം. ബോധപൂർവം വായിക്കണമെന്നില്ല. ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നോട് അടുപ്പിച്ച് നിർത്താനായിട്ടുള്ളതായ ഒരു ശ്രമം. കാരണം മാധുര്യമായിട്ടും സഹതാപത്തോടെയും കരുതലോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്ന ഒരു കൗൺസിലർ, ആ കൗൺസിലറെ തൻ്റെ വാക്കുകൾ കൂടെയും സമ്മാനങ്ങൾ കൂടെയും പ്രതികരണങ്ങൾ കൂടെയും വശത്താക്കാൻ ശ്രമിച്ചാൽ കൗൺസിലർ വീണുപോവുകയില്ല എന്ന് പറയാൻ സാധ്യമല്ല. ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ പ്രശസ്തരായ, ഇന്ത്യയിലും ലോകത്തും പ്രശസ്തരായ പല ആളുകൾ അവിഹിത ബന്ധങ്ങളിൽ ചെന്നെത്തി ജീവിതത്തെ നശിപ്പിച്ചതായ, ശുശ്രൂഷയെ നശിപ്പിച്ചതായ സംഭവങ്ങൾ നാം തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഈ അടുത്തിടയില് ഞങ്ങളുടെ കൗൺസിലിങ്ങിന്റെ കോഴ്സിന് 5 ദിവസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ ഒരു വിഷയം പറഞ്ഞു. പാസ്റ്റർമാരാണ്. പാസ്റ്ററുടെ ഭവനത്തിൽ പാസ്റ്ററുടെ ഭാര്യ, പാസ്റ്ററുടെ ജ്യേഷ്ഠന്റെ മകൻ, ഇങ്ങനെ തുടങ്ങി ഉണ്ടായിരിക്കുന്നതായ അവിഹിത ബന്ധങ്ങളിൽ തകർക്കപ്പെട്ടതായ ഒരു ചെറുപ്പക്കാരൻ. അവൾ ഇന്ന് കാനഡയിലാണ്. 14 വയസ്സിൽ അവൾ പഠിക്കാൻ പോയി. ഇവിടെ അവൾക്ക് ശ്വാസം മുട്ടി. ഈയിടെ അവള് യൂട്യൂബില് ആ സംഭവങ്ങൾ പേര് പറയാതെ ഇട്ട് പല ആളുകൾ വായിച്ചു. ഞാൻ വായിച്ചില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ട്. അവൾ ദൈവത്തിൽ 14 വയസ്സ് വരെ 10 ക്ലാസ് ബൈബിൾ സ്കൂൾ, സൺഡേ സ്കൂളിൽ പഠിച്ചവളാണ്. അവൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. അവൾ റിബല്യസ് ആണ്. പക്ഷെ അവൾ ജീവിക്കാൻ തീരുമാനിച്ചു, നശിക്കാൻ തീരുമാനിച്ചില്ല. അവൾ ജീവിതത്തിന് ലക്ഷ്യമില്ല, പക്ഷെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവളുടെ ഒരു സഹോദരി, അവളും ഈ നാളുകളിലായിട്ട് അവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ അത് അവളെ പോലെ തന്നെ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ളതായ ഒരു അവസ്ഥയാണോ എന്ന് അവൾക്ക് ഭയമുണ്ട്. അവളും ചെറുപ്പം മുതലേ അങ്ങനെ ആയിപ്പോയി. ഇതെല്ലാം റെബില്യസ് ആയിട്ട് ഇങ്ങനെയുള്ളതായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രഹസ്യം എന്ന് പറയുന്നതായ സ്ഥാനത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ എവിടെ? പാസ്റ്റർമാരുടെ, ശുശ്രൂഷകരുടെ ഭവനത്തിലും സർക്കിളിലും നടക്കുന്നതായ കാര്യങ്ങൾ എത്രയോ വേദനാജനകമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണുപോകും. ട്രാപ്പിൽ വീണുപോകാതിരിക്കാൻ. അതുകൊണ്ട് യോഗ്യതയുടെ ആവശ്യകത, ഒന്നാമത് കൗൺസിലറുടെ സുരക്ഷിതത്വം, കൗൺസിലിയുടെ സുരക്ഷിതത്വം. രണ്ടാമത് ചില അടിസ്ഥാന യോഗ്യതകൾ പൊതുവെ പറയാം, വിശദമായിട്ട് പറയാനായിട്ട് ഉണ്ട്. ഒന്ന്, വിശുദ്ധി, കളങ്കമില്ലാത്തതായ അവസ്ഥ, അശുദ്ധിയിലേക്ക് വീഴാതിരിക്കുന്ന അവസ്ഥ. മനോമണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും മോശമായിട്ടുള്ളതായ കാര്യങ്ങളിലേക്ക് ചെന്ന് പെടാതിരിക്കാനുള്ളതായ വിശുദ്ധി. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അശുദ്ധമാക്കുന്നതായ ഒന്നും ചെയ്യാതിരിക്കാൻ. ഇന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയില് വായിച്ചത് ദാനിയേലിന്റെ പുസ്തകത്തിൽ ബെൽഷസ്സർ രാജാവ് കുടുംബാംഗങ്ങളുമായി ചേർന്ന് വലിയ സദ്യ നടത്തിയപ്പോൾ തൻ്റെ പിതാവ് നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന ദേവാലയത്തിലെ പാത്രങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ എടുത്തോണ്ട് വന്ന് അദ്ദേഹവും ഭാര്യമാരും വെപ്പാട്ടികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ കുടിച്ച് തിമിർത്ത് ഇരിക്കുമ്പോൾ ഭിത്തിയേൽ ഒരു എഴുത്ത് വന്നു.
നമുക്കറിയാമല്ലോ നിന്റെ അവസാനം അടുത്തിരിക്കുന്നുള്ളത്. നിന്നെ ഞാൻ ത്രാസിൽ തൂക്കി കുറവുള്ളവരായി കണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധമായതിനെ അശുദ്ധമാക്കുന്നതായ ഒരവസ്ഥയിൽ നമുക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ശുശ്രൂഷയിലുള്ള വ്യക്തികൾ ആത്മാവിനാൽ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നിരന്തരം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. മറ്റൊന്ന് താഴ്മ. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. രാജാധിരാജാവ് കർത്താവായ സകലത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം കർത്താവായ യേശുക്രിസ്തു, അവൻ മുഖാന്തരം സകലം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സൃഷ്ടികർമ്മത്തിൽ പുത്രനാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ്. ആ കർത്താവ് എളിയവനായി തീർന്നു. ഫിലിപ്പ് ലേഖനത്തിൽ നിന്ന് വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്നു, അത് മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട് സാദൃശ്യം പ്രാപിച്ച് വേഷത്തിൽ മനുഷ്യനായി പിന്നെയും തന്നെത്താൻ താഴ്ത്തി ആ തൻ്റെ സൃഷ്ടിയായ മനുഷ്യരാൽ അപമാനവും ദുഷിയും പീഡനവും സഹിച്ച് ക്രൂശന്മേൽ കയറി മനുഷ്യജാതിയുടെ പാപത്തിന് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്മ. അതിനു മുമ്പേ പറഞ്ഞു, ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് യേശുവിന്റെ താഴ്മയെ കുറിച്ച്. അവനെ പിതാവ് ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവന്റെ മുമ്പിൽ മടങ്ങുകയും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മൗത്തിനായി ഏറ്റുപറയുകയും ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. താഴ്മ ബലഹീനതയല്ല. ഹ്യൂമിലിറ്റി ഈസ് നോട്ട് വീക്ക്നെസ്. താഴ്മയുണ്ടാകാൻ സാധിക്കുന്നത് അതിനുള്ളതായ ബലമുള്ളവർക്ക് മാത്രമേ പറ്റൂ. ക്ഷിപ്രമായി കോപിക്കാനും അഹങ്കരിക്കാനും ആർക്കും സാധിക്കും. ഒന്നും ചെയ്യണ്ട. ഒരു ഉപദേശിയോട് കളിയാക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉപദേശി, നരകത്തിലേക്ക് പോകുന്ന വഴി ഏതാണ്? ഉപദേശിക്ക് മനസ്സിലായി, മോനെ നീ പോകുന്ന വഴി തന്നെ പോയാൽ മതി, അവിടെ ചെന്നത്. ദേഷ്യപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. വളരെ പ്രിപ്പയർഡ് ആയിട്ട് ദേഷ്യപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കാൻ താല്പര്യപ്പെട്ടിട്ട് പ്രിപ്പയർ. പക്ഷെ സാധാരണഗതിയിൽ ദേഷ്യം വരാനോ കോപം വരാനോ അഹങ്കരിക്കാനോ പ്രത്യേകിച്ച് ഒരു പരിശ്രമവും ആവശ്യമില്ല. എന്നാൽ ക്ഷമിക്കാനും സഹിക്കാനും പ്രതികരിക്കാതിരിക്കാനും ശാന്തമായ കാര്യങ്ങളെ മനസ്സിലാക്കാനും തെറ്റിദ്ധരിക്കാതിരിക്കാനും വളരെയധികം ചിന്തയും വിൽ പവറും വേണം. അതുകൊണ്ട് വീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ് ബട്ട് സ്ട്രെങ്ത്. അത് ഒരു ക്രിസ്തീയ കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. സൗമ്യതയുണ്ടായിരിക്കണം. സൗമ്യത. ചില ആളുകൾ പറയും, എൻ്റെ ഭാഷ, എൻ്റെ സ്വരം ഇങ്ങനെയാണ്. അതൊക്കെ ശരിയാണ്. സ്വരം അങ്ങനെയാണെങ്കിലും സ്വരം ആസ്വാദ്യമാക്കി തീർക്കാനായിട്ട് സാധിക്കും. സൗമ്യത, ക്ഷമിക്കാനുള്ള കഴിവ്. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ക്ഷമിക്കാം. കൗൺസിലിൽ നമ്മളോട് പെരുമാറുന്നതിലും ക്ഷമിക്കാൻ. കൗൺസിലിൽ ക്ഷമിക്കാൻ വയ്യാത്തതായ തെറ്റുകൾ ചെയ്തെങ്കിലും അവരോട് ക്ഷമ കാണിക്കാൻ കർത്താവ് അങ്ങനെയാ കാണിച്ചത്. യേശു ക്രിസ്തു എന്ന കൗൺസിലറെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ക്ഷമ കാണിക്കാൻ, ക്ഷമ കൊടുക്കാൻ, സഹനശക്തി.
സഹിക്കാനുള്ളതായി കഴിയും. ബന്ധങ്ങളിലാണ് ഏറ്റവും പ്രശ്നങ്ങൾ. ഭാര്യാഭർത്താക്കന്മാരോ സഹോദരന്മാരോ കുഞ്ഞുങ്ങളോ ഒക്കെ തന്നെയുള്ള ബന്ധങ്ങൾ, അവിടെ ഇല്ലാതെ പോകുന്നത് സഹനശക്തിയാണ്. സഹനശക്തി ഇല്ലാത്തതായ ഒരു കൗൺസിലർ ഏകയോഗക്ഷമമായിട്ട് കുടുംബത്തിൽ, കൂട്ടായ്മയിൽ, സമൂഹത്തിൽ, ജോലിസ്ഥലത്ത് നിൽക്കണമെന്ന് പറയാൻ പ്രാപ്തനല്ല. ഞാൻ പറഞ്ഞല്ലോ, ആശ്വാസം പറഞ്ഞു കൊടുക്കുകയല്ല, ആശ്വാസം നമ്മിൽ നിന്ന് പോകണം. നാം പ്രാപിച്ച ആശ്വാസം വേണം മറ്റുള്ളവർക്ക് കിട്ടാൻ. അഡ്മിനിസ്ട്രേറ്റിംഗ് ദി കംഫർട്ട് വിത്ത് വിച്ച് ഐ ആം കംഫർട്ടഡ്. എനിക്ക് കിട്ടിയ ആശ്വാസം ഞാൻ പകർന്നു കൊടുക്കണം. എൻ്റെ മുഖത്തത് കാണും, എൻ്റെ ഇടപാടിൽ കാണും, എൻ്റെ സംസാരത്തിൽ കാണും, എൻ്റെ അനുഭവത്തിൽ അത് കാണും. അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ ഉള്ളതായ വ്യക്തിയായിരിക്കണം കൗൺസിലർ. സഹനശക്തി, അതുപോലെ ലഭ്യത, അവൈലബിലിറ്റി. എൻ്റെ വൈഫ് ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പോഴുമാണ്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. 77 വയസ്സ് വരെ, 76 വയസ്സ് വരെ വർക്ക് ചെയ്തു. പിന്നീട് കാർഡിയാക് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ചെയ്തില്ല. ചെയ്യാഞ്ഞതിൻ്റെ കാരണം എന്നാ? ഒരു ഗൈനക്കോളജിസ്റ്റ് രാത്രിയും പകലും ഇല്ലാതെ അവൈലബിൾ ആയി. ഒരുപാട് ഉറക്കങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് യാത്രകൾ മുടങ്ങിയിട്ടുണ്ട്. ഒരു യാത്രയ്ക്ക് പോയി അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വിളി വന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് കുടുംബത്തിൽ വേണ്ടതായ കാര്യങ്ങൾക്ക് പോവുകയാണ്, അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വന്നു. കൗൺസിലർ തൻ്റെ ഉത്തരവാദിത്വങ്ങളും ഭവനത്തിന്റെ ചുമതലകളും ജോലിയിലെ ചുമതലകളും എല്ലാം കളഞ്ഞതിന് ശേഷം കൗൺസിലിങ്ങിന് വേണ്ടി ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ അത്യാവശ്യ ഘട്ടത്തിൽ സ്വന്തം താല്പര്യങ്ങളോ സ്വന്തം കാര്യങ്ങളോ മാറ്റി വെച്ചിട്ടാണെങ്കിൽ പോലും അവൈലബിൾ ആയിരിക്കണം. അതിൽ പ്ലാൻ ചെയ്ത് അവൈലബിൾ ആയിരിക്കണം. ലഭ്യത, മറ്റുള്ളവർക്ക് നമ്മളോട് അപ്രോച്ച് ചെയ്യാനുള്ളതായ അപ്പോയിൻമെന്റ് എടുത്തു വരണം, കുഴപ്പമില്ല. അപ്പോയിൻമെന്റ് ഇല്ലാതെ വന്നാലും അത് പറ്റില്ല. അങ്ങനെയല്ല, അത്യാവശ്യങ്ങൾ ഇരിക്കുന്നവർക്ക് എമർജൻസി സാഹചര്യങ്ങളിൽ അതിനുവേണ്ടി അവൈലബിൾ ആയിരിക്കണം. ഇത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ശുശ്രൂഷയാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് ത്യാഗത്തിൻ്റെത് കൂടെയാണ്. മറ്റൊന്ന് ദാസ്യത്വം, സെർവൻഹുഡ്. യേശുക്രിസ്തു ഗുരുവാണെങ്കിലും ദാസനായിരുന്നു. സെർവന്റ് ലീഡർഷിപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാസനായി ശുശ്രൂഷ ചെയ്യുന്നവൻ, നേതൃത്വം കൊടുക്കുന്നവൻ. ഒരുപക്ഷെ നമ്മുടെ കൗൺസിലിക്ക് ദാസ്യവൃത്തി ചെയ്യുന്നതായ കാര്യങ്ങൾ വരെ വരാം. അവിടെ ഞാൻ യജമാനനാണ് എന്ന് ചിന്തിക്കാൻ പാടില്ല. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് ഒരു സന്യാസി പറഞ്ഞൊരു വീഡിയോയാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു മന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞെന്ന്, എൻ്റെ ശമ്പളം കിട്ടുന്നതെല്ലാം എൻ്റെ ദേശത്തുള്ളതായ ആളുകളുടെ കഞ്ഞിപ്പാത്രത്തിൽ ഞാൻ ഇട്ടുകൊടുക്കുന്നു, എൻ്റെ പ്രജകൾക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നു. എൻ്റെ പ്രജകൾക്ക് ഞാൻ അവരുടെ കഞ്ഞിപ്പാത്രങ്ങളിൽ എൻ്റെ പണം, എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ കൊടുക്കുക. അയാൾ അല്ലെങ്കിൽ തന്നെ പണക്കാരനാണ്, പ്രശസ്തനാണ്, നടനാണ്. അദ്ദേഹത്തെ കുറിച്ച് ആ സന്യാസിയായിട്ടുള്ളതായ അദ്ദേഹം പറഞ്ഞതായ, വാസ്തവം പറഞ്ഞാൽ ചീത്ത,
ഇവിടെ പ്രജകളോ? ആരാ പ്രജ? രാജാവോ? രാജാവല്ലേ പ്രജ. ശുശ്രൂഷകരായിട്ട്, സേവകരായിട്ട് ഇരിക്കേണ്ടതായ MLA, MP, മന്ത്രി, മിനിസ്റ്റർ, അവൻ പറയാണ് എൻ്റെ പ്രജകൾക്ക്. അദ്ദേഹം വളരെയധികം രൂക്ഷമായിട്ട് അത് മുഴുവൻ കേട്ടു. സാറിന് എല്ലാം കേൾക്കാൻ നിൽക്കാറില്ല. ശരിയല്ലേ? മറ്റുള്ളവരെ സഹായിക്കുന്നവൻ അവൻ അധികാരിയായിട്ട് മാറുന്ന കാലം അത് ആത്മീയ മണ്ഡലത്തിൽ വന്നു. സഹായം ചെയ്യുന്നവൻ, സഹായിക്കുന്നവൻ, സഹായം സ്വീകരിക്കുന്നവന്റെ യജമാനനാണെന്നുള്ള ഭാവം അത് ക്രിസ്തീയമല്ല, ഒരു കൗൺസിലർക്ക് ഒട്ടും യോജിച്ചതല്ല. നാം ദൈവത്തിൻ്റെ അപ്രയോജനദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവിനെന്ന് നമ്മുടെ കർത്താവാണ് നമ്മളോട് പറഞ്ഞത്. മാതൃക കാണിച്ചിട്ടാണ് പറഞ്ഞത്. ദാസത്വം. ഒരു നാഴിക പോകാൻ വിളിച്ചാൽ 2 പോകുന്നതായ അനുഭവം. മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയും. ഞാൻ അങ്ങോട്ട് ഇവിടെയാണ്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ആശ്വാസം ലഭിക്കുന്നതിനെക്കുറിച്ച്, ആശ്വാസദായകനെ കുറിച്ച് ഉറപ്പുണ്ടായിരിക്കും. അഷ്വറൻസ്. ആകാശത്തെ ഇവിടെ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെയല്ല പൗലോസ് പറഞ്ഞു. ലക്ഷ്യമില്ലാതെയല്ല, ബോധ്യമില്ലാതെയല്ല, ഒക്കുന്നെങ്കിൽ ഒക്കത്തെ, കണ്ണുപൊട്ടന്റെ മാവേലേറ് പോലെയല്ല. നമുക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കും. ഒരു വ്യക്തി കൗൺസിലിങ്ങിനായിട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയമാണ്. അത് ജഡമാണ്, സ്വയമാണ്. ജഡത്തിന്റെ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ ശക്തനാക്കുന്നുവെന്ന് ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ കൊണ്ട് കയറ്റുകയില്ല, എൻ്റെ കർത്താവിനാൽ ഞാൻ പ്രയോജനപ്പെടും. എന്നെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുകയില്ല, ദൈവം നിങ്ങൾക്ക് തരും. ആ ഒരു ഉറപ്പ്, ദൈവവചനത്തിലുള്ള ഉറപ്പ്, ദൈവാശ്രയത്തിലുള്ള ഉറപ്പ്, വിശ്വാസത്തിലുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഇങ്ങനെയുള്ളതായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിശുദ്ധി, താഴ്മ, സൗമ്യത, ക്ഷമ, സഹനശക്തി, ലഭ്യത, അവൈലബിലിറ്റി, ദാസത്വം, സർവൻഹുഡ്, അഷ്വറൻസ് തുടങ്ങിയ യോഗ്യതകൾ പ്രാപിച്ച് നമുക്കിതെല്ലാം ഉണ്ടായിരിക്കണം. വളരെയധികം ദൈവസന്നിധിയിൽ ദൈവവചനവുമായി ഇരുന്ന് നാം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശുശ്രൂഷിപ്പാനുള്ള യോഗ്യതയില്ല. കൗൺസിലിംഗ് മാത്രമല്ല, ആത്മീയ ശുശ്രൂഷകളിലെല്ലാം ഉണ്ടായിരിക്കേണ്ടതായ സ്വഭാവ വിശേഷങ്ങളാണ് ഇവ. എന്നിട്ട് അത് നാം പ്രാപിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. Administer the comfort with which I am comforted to the needy. ഞാൻ പ്രാപിച്ചതായ ആശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുകയല്ല, പകർന്നു കൊടുക്കുക. അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കണം കൗൺസിലർ. ദൈവകൃപയിൽ ഹൃദയത്തിൻ്റെതായ ഈ ഉത്തമമായ ഉന്നതമായ സവിശേഷതകൾ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ധൈര്യമായി അടുത്ത് ചെല്ലാനും അവനിൽ വസിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്കവണ്ണം ഫലപ്രദമായി ഫലം പ്രകടിപ്പിക്കുവാനും മധ്യസ്ഥനാകുവാനും സാധിക്കും. ശ്രദ്ധിക്കുക, ദൈവകൃപയിൽ
ഹൃദയത്തിലുള്ളതായ ഭാവങ്ങളാണെന്നും പറഞ്ഞതെല്ലാം. ഹൃദയത്തിന്റെ ഉന്നതമായ ഈ സവിശേഷതകൾ നമുക്കുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ ദൈവത്തോട് ധൈര്യമായി അടുത്തിയെല്ലാം സാധിക്കുകയുള്ളൂ. വിശുദ്ധി കൂടാതെ നമുക്ക് ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനായിട്ട്, പ്രാപിച്ചു കൊടുക്കാനായിട്ട് നമുക്കിത് ആവശ്യമാണ്. അങ്ങനെ അവനിൽ നാം സ്ഥിരമായി വസിക്കണം. കൗൺസിലിംഗ് ചെയ്യാൻ പോകുന്നതായ സമയത്ത്, ഒരു പ്രസംഗം കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഈ യോഗ്യതകളെല്ലാം ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നതല്ല. അത് ജീവിതത്തിന്റെ ഭാഗമായി തീരണം. ഒരു ശുശ്രൂഷ ചെയ്യാൻ പോകുമ്പോൾ, ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്താൻ പോകുമ്പോൾ, ഒരുപക്ഷെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയായിരിക്കാം, കൗൺസിലിംഗ് ആയിരിക്കാം. പോകുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ഒരുങ്ങി വേണം പോകാൻ. പക്ഷേ അന്നേരത്തേക്ക് മാത്രമായിട്ടുള്ളതല്ല, സ്ഥിരമായി അവനിൽ വസിക്കണം. കൊമ്പ് മുന്തിരി വള്ളിയിൽ വസിക്കുന്ന പോലെ നാം യേശു ക്രിസ്തുവിൽ സ്ഥിരവാസമുണ്ടായിരിക്കണം. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരണം, ഒരവസ്ഥയായി തീരണം. ദൈനംദിന ജീവിതത്തിൽ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അത് നമ്മുടെ അനുഭവമായി തീരണം. അതിന് ഈ വിധ യോഗ്യതകൾ നാം പ്രാപിക്കണം. അങ്ങനെ അവനോട് അടുത്ത് വരുവാനും അവനിൽ വസിക്കുവാനും സാധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർത്തക്കോണം നാം ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥരായിരിക്കാൻ സാധിക്കും. ഒരു കൗൺസിലർ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യുന്നു. പുരോഹിതൻ എന്താ ചെയ്യുന്നത്? പഴയ നിയമത്തിൽ അല്ല, പുതിയ നിയമത്തിലും നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുമ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് മനുഷ്യന് വേണ്ടിയും മനുഷ്യരോട് ദൈവത്തിന് വേണ്ടിയും വക്കാലത്ത് എടുത്തവരാണ്. അങ്ങനെ മധ്യസ്ഥനാകുവാൻ ഈ വിശേഷങ്ങൾ നമുക്ക് അത്യാവശ്യമായിരിക്കും. കൗൺസിലിംഗിൽ നാം ഉപദേശം കൊടുക്കുകയല്ല, അഡ്വൈസ് കൊടുക്കുന്നതല്ല, വഴി കാട്ടിക്കൊടുക്കുകയല്ല, ഇതാ പോകേണ്ട വഴി എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല. പ്രശ്നത്തിനുള്ള പരിഹാര മാർഗങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയല്ല. പ്രത്യേകത ദൈവം കൗൺസിലിംഗ് നൽകിയിട്ടുള്ളതായ സാധ്യതകൾ, അവന്റെ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൊടുത്തിരിക്കുന്നതായ സാധ്യതകളുണ്ട്, കഴിവുകളുണ്ട്, അവസരങ്ങളുണ്ട്, പ്രൊവിഷൻസ് ഉണ്ട്. ഒരുപക്ഷെ അവന് മനസ്സിലാകാത്തതായിരിക്കും, അല്ലെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തതായിരിക്കും. ദൈവം അവന് കൊടുത്തിരിക്കുന്നതായ സാധ്യതകൾ ഉപയോഗിച്ച് അവൻ സ്വയം പ്രശ്നങ്ങൾ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടല്ല, നമ്മളതിന് ഫെസിലിറ്റേറ്ററാണ്. നമ്മളിങ്ങനെ അത് സുഗമമാക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവന്റെ ചിന്തകളെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷേ അവൻ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കണം, അവന്റെ സ്വയം പ്രശ്നങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം, ഇനി എന്തായിത്തീരണമെന്ന് മനസ്സിലാക്കണം, അതിനുള്ളതായ വകകൾ എവിടുന്നുണ്ടാകും, എന്നിലുണ്ടോ, എനിക്ക് എൻ്റെ ചുറ്റുപാടുകളുണ്ടോ, എൻ്റെ കുടുംബത്തിലുണ്ടോ, സ്നേഹിതരിലുണ്ടോ എന്ന് മനസ്സിലാക്കി അവയെ പ്രയോജനപ്പെടുത്താൻ അവൻ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കാൻ, പ്രതിവിധികൾ കണ്ടുപിടിക്കാൻ, സ്വയം അവബോധം ഉണ്ടാകുവാൻ, എന്തായിത്തീരണമെന്നുള്ളതായ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകുവാൻ, അത് സാധിച്ചെടുക്കുവാനുള്ളതായ പദ്ധതികൾ ഉണ്ടാക്കുവാൻ
അവന്റെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുവാൻ സഹായിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സുഗമമാക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് നമുക്ക് കൗൺസിലർ നിലയിലും ഉണ്ടായിരിക്കേണ്ടത്. സ്വന്തം അഭിപ്രായങ്ങളും പരിഹാര മാർഗങ്ങളും അടിച്ചേൽപ്പിക്കുന്നവനല്ല കൗൺസിലർ. എല്ലാവരും അവരവരുടെ ഭക്ഷണം സ്വയം കഴിച്ചെങ്കിലേ മതിയാകൂ. വേറെ ആർക്കും ചവച്ചരച്ചു കൊടുക്കാൻ പറ്റില്ല. എവരി വൺ ഹാസ് ടു ഈറ്റ് ഹിസ് ഓൺ മോർസൽ എന്നൊരു ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്. അവരവരിത് കഴിച്ചെങ്കിലേ അവരവർക്ക് ലഭിക്കത്തുള്ളൂ. സ്വയം കണ്ടുപിടിക്കുന്ന വഴികൾക്ക് ഒരു പ്രത്യേക ഉത്തരവാദിത്വ ബോധം കൗൺസിലിക്കുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്തതാണെങ്കിൽ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തു, ഒത്തെങ്കിൽ ഒത്തില്ലെങ്കിൽ അവരുടെ കുഴപ്പം എന്ന് പറയാനുള്ളതായ ഉത്തരവാദിത്വമില്ലായ്മയിൽ നിന്ന് മാറുവാൻ സാധിക്കും. ഉത്തരവാദിത്വ ബോധവും അതുപോലെ തന്നെ അർപ്പണബോധവും കൗൺസിലിക്ക് ഉണ്ടായിരിക്കും. കൗൺസിലറും കൗൺസിലിയും തമ്മിൽ ഒരു ചികിത്സാപരമായ ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ചികിത്സാപരമായ ബന്ധം? ഒരു ഡോക്ടറുടെ അടുക്കൽ വരുന്നു, സിംറ്റംസ് പറയുന്നു, നെഞ്ചുവേദനയായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വേറെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പിന്നെയും തൻ്റെ സിംറ്റം മാത്രം പറയുന്നു. ഡോക്ടർ പിന്നെയും ചോദിച്ചു വരുമ്പോൾ പറയാത്ത ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നു. സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ആണോ, ഫിസിക്കലാണോ, മെറ്റീരിയലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ഡോക്ടർക്ക് സാധിക്കും, ഒരു കൗൺസിലർക്കും സാധിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചോദിച്ചറിഞ്ഞ് ചോദിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത്, അതാണ് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ളതായ ബന്ധം, ചികിത്സാപരമായ ബന്ധം. അത് കവിഞ്ഞോ അത് കുറഞ്ഞതായ ഒരു ബന്ധം ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളതായ ഒരു ബന്ധത്തിൽ ആയിരിക്കണം കൗൺസിലർ. പരിഹാരം ഉണ്ടാക്കി കൊടുക്കാം. ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതായ ഒരു കൗൺസിലറുടെ അടുക്കല് ഒരു പിതാവും മാതാവും കൂടെ ഒരു 17 വയസ്സുള്ളതായ ടീനേജറെ കൂട്ടിക്കൊണ്ടുവന്നു. റിബല്യസ് ആണ്, ഒരു രക്ഷയില്ല, പറഞ്ഞാൽ കേൾക്കുകയില്ല, അനുസരണമില്ല. അപ്പോ വന്ന ഉടനെ വിദ്യാസമ്പന്നരാണ് അദ്ദേഹം, പിതാവ് കൗൺസിലറോട് പറഞ്ഞ്, സാറേ ഇവനെ ഒന്ന് ഫിക്സ് ചെയ്ത് തരണം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫിക്സ് ചെയ്ത് തരണം, നേരെയാക്കി തരണമെന്ന്. അപ്പോഴേ കൗൺസിലർക്ക് മനസ്സിലായി നേരെയാകേണ്ടത് അപ്പനാണ്. പുള്ളിയുടെ ബിസിനസ്സിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു, പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു ശകലം പോലും സമയമില്ല, പിന്നെ എല്ലാം നോക്കുന്നത് ഭാര്യയാണ്, പുള്ളിക്ക് നോക്കാൻ നേരമില്ല. പിന്നെ ഇന്നിപ്പോ ഇത്രയും സൗകര്യമൊക്കെ ഒരുമാതിരി ഒപ്പിച്ച് ഞാൻ ആ ടൈറ്റായിട്ടുള്ളതായ സമയത്തിൻ്റെ ഇടയിൽ ഞാൻ സമയം കണ്ടുപിടിച്ച് വന്നതാ സാറേ, ഇവനെ ഒന്ന് നേരെയാക്കി തരണം. അവനെ നേരെയാക്കുന്നതിന് പകരം അപ്പനെ നേരെയാക്കണമെന്ന് കൗൺസിലർക്ക് മനസ്സിലായി. ഈ കുഞ്ഞിന് വേണ്ടി ഈ 17 വയസ്സ് വരെ സമയം കൊടുക്കാത്തതായ ഒരപ്പൻ ഇവിടെ കൗൺസിലറെ കൊണ്ട് നേരെയാക്കാൻ വന്നിരിക്കുക. ചില പിള്ളേരുണ്ടല്ലോ സ്കൂളില് അധ്യാപകരുടെ അടുത്ത് ചെന്ന് പറയും, ഇവനെ ഒന്ന് നേരെയാക്കിയ സാറേ വീട്ടിൽ ഭയങ്കര പ്രശ്നം. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത് എപ്പം പോരാ, എനിക്കറിയാം. ഒരു നല്ല പിതാവ്, മക്കളെ വളരെ സ്നേഹമുള്ളവര്, 5 മക്കളുണ്ട്. ഇളയവൻ ഇച്ചിരി കുസൃതിയാണ്, ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക. എനിക്ക് അടുത്തറിയാവുന്നതായ ഒരു കുടുംബം. ആ അപ്പൻ ഒരിക്കൽ പറഞ്ഞു, ഒരു സാധുവായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, ആത്മീയനായ മനുഷ്യൻ,
ഇവനിട്ട് 2 കൊടുക്കാനായിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് വെച്ചാൽ സ്വന്തം ഇളയ മകനെ 2 തല്ല് കൊടുക്കാനായിട്ട് കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നതായ വേറെ ആരുമില്ലയോ എന്ന് പറഞ്ഞ വാചകം ഇതാ. ഇവനിട്ട് 2 കൊടുക്കാൻ വേറെ ആരുമില്ലേ? പുള്ളിയാണ് ആ വീട്ടിലെ 5 മക്കളിൽ മൂത്തവനാണ് അപ്പൻ. അദ്ദേഹത്തിന്റെ 5 മക്കളിലെ ഇളയവനാണ് ഈ മകൻ. അവനിട്ട് 2 കൊടുക്കാനായിട്ട് ആരുമില്ലേ എന്ന് ചോദിക്കുന്ന വിലാപം ഉത്തരവാദിത്തങ്ങൾ വേണ്ടതുപോലെ ചെയ്യാത്തതിന്റെ ഫലമായിട്ട്. അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ടല്ല, പരിഹാരം നിർദ്ദേശിക്കാനായിട്ടല്ല. കൗൺസിലർ ആ വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയാണ്. 2 തിമോത്തിയോസ് 3:14 ഞാൻ ഒരു 1.5 മണിക്കൂറിന് എടുക്കാമെന്ന് വിചാരിച്ചതിന്റെ പകുതി പോലും ആയില്ല. അതുകൊണ്ട് ഇത് തുടരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ദിവസം നല്ല ഒരു കൗൺസിലർക്കുള്ളതായ അടിസ്ഥാന യോഗ്യതകൾ 2ാം ഭാഗമായിട്ട് അടുത്ത ദിവസം കേൾക്കാം. ഞാൻ എൻ്റെ സമയം തീരുകയാണെങ്കിലും ചില കാര്യങ്ങൾ പറയട്ടെ. 2 തിമോത്തിയോസ് 3:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കുമോളെ. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഞാൻ ഇത് വിശദീകരിക്കാൻ പോകുന്നില്ല. ദൈവവചനമാണ്. ദൈവവചനം ചെറുപ്പം മുതലേ പഠിച്ച് അത് വീണ്ടും പഠിച്ച് അത് വീണ്ടും മനസ്സിലാക്കി അതിൽ നിലനിൽക്കണം. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക. നമുക്കറിയാം, പണ്ടൊക്കെ പറയും, ഇപ്പൊ എങ്ങനെ പറയുമെന്നറിയാൻ വയ്യ. ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഉത്തരം പറയത്തക്കവണ്ണം പഠിക്കണമെന്ന്. പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ വചനം ദൈവത്താൽ വിശ്വസിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനായി തീരണം. അവനെ ആ വചനം ഉപദേശിക്കാൻ, ശാസിക്കുവാൻ, ഗുണീകരിക്കുവാൻ, നീതിയിലെ അഭ്യാസങ്ങൾ ചെയ്യുവാൻ പ്രയോജനമുള്ളതാക്കുന്നു. അത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഈ വാക്യം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പഠിക്കുക. എല്ലാ വിധത്തിലും ഒരു വ്യക്തിയെ തികഞ്ഞവനാക്കി നിർത്തുന്നതായ ദൈവവചനം. ആ ദൈവവചനത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മളുടെ കൗൺസിലിംഗ് ശുശ്രൂഷയിലും ഉണ്ടായിരിക്കും. എന്നാൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ അല്പം കൂടെ കൂടുതൽ നമുക്ക് ചിന്തിക്കാം. കൊലോസ്യർ 1:28-29. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനു മുമ്പുള്ള ഭാഗങ്ങൾ കൂടെ വായിക്കേണ്ടതാണ്. ഞാൻ സമയമെടുക്കുന്നില്ല. 24 മുതൽ 28-29 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്, ക്രിസ്തുവിൽ പക്വതയുള്ളവനാക്കേണ്ടതിന്, ജീവിതത്തിൽ പക്വതയുള്ളവരായി തീരാനായിട്ടാണ് നാം കൗൺസിലിംഗ് ചെയ്യുന്നത്, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ക്രിസ്തുവിനുള്ളതായ തികഞ്ഞ അനുഭവമാണ്, സ്വയത്തിലുള്ളതല്ല, സ്വന്തം ബുദ്ധിയിലും കഴിവിലുള്ളതല്ല. ക്രിസ്തുവിൽ ഏത് മനുഷ്യനെയും പക്വതയുള്ളവനായി, തികഞ്ഞവനായി, പൂർണ്ണനെന്നല്ല, പെർഫെക്റ്റ് എന്നല്ല. പെർഫെക്റ്റ് എന്നുള്ള വാക്ക് അവിടെ ചില ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മച്വർ, 5 വയസ്സുള്ളതായ ഒരു പെൺകുട്ടി എൻ്റെ മടിയിൽ വന്നിരുന്നിരിക്കാം.
15 വയസ്സായാൽ എന്നോട് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മടിയിൽ വന്നിരിക്കാനായിട്ടുള്ളതായ അത് പക്വതയില്ലായ്മ. ഓരോ പ്രായത്തിനനുസരിച്ചുള്ളതായ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ആയിത്തീരുവാൻ പക്വത. പറഞ്ഞാൽ വായിച്ചാൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും ഓരോ മനുഷ്യരെയും, അല്ലാതെ കൺവെൻഷൻ പ്രസംഗമല്ല, ഓരോരുത്തരെയും, ഏത് മനുഷ്യനെയും, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഉപദേശിക്കുന്നു, പക്ഷെ ജ്ഞാനത്തോടുകൂടിയാണ് ഉപദേശിക്കുന്നത്. കൗൺസിലിങ്ങിൽ ഉപദേശവും ഉണ്ട്, പക്ഷേ ജ്ഞാനത്തോടെ ആയിരിക്കണം, പരിജ്ഞാനത്തോടെ ആയിരിക്കണം. പ്രായത്തിനനുസരിച്ചും അവസ്ഥയ്ക്കനുസരിച്ചും മാനസിക അവസ്ഥയ്ക്കും വൈകാരിക അവസ്ഥയ്ക്കും അനുസരിച്ചും പരിജ്ഞാനത്തോടെ വേണം അവരോട് സംസാരിക്കാൻ. യോഗത്തിൽ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം 250 പേരിയ്ക്കുമ്പോൾ ചെയ്യുന്ന പ്രസംഗം പോലെയല്ല. അവിടെ പോലും കുഞ്ഞുങ്ങളെ നോക്കി ചില വാചകങ്ങൾ പറയാനും, പ്രായമുള്ളവരെ നോക്കി ചില വാചകങ്ങൾ പറയാനും, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നോക്കി അവർക്കറിയുന്ന രീതിയിൽ പറയാനും ഒക്കെ പ്രസംഗകൻ പാഠവുമുള്ളവനായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ വിളമ്പിക്കൊടുത്താൽ പറ്റില്ല. അതിനേക്കാൾ പ്രധാനമാണ് കൗൺസിലിംഗ്. അപ്പോൾ അതിന് സകല ജ്ഞാനവും വേണം. ജ്ഞാനത്തോട് അവരെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ കൗൺസിൽ ചെയ്യുക എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ അതിനായി ഞാൻ എന്നിൽ ബലത്തോട് വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഐ ലേബർ പെയിൻ സ്ത്രീകൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയാണ്. വേദനിക്കുന്നതായ ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾ ഉരുവാകേണ്ടതിന് വേദനിക്കുന്ന അനുഭവം എനിക്കുണ്ടെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു, ലേബർ ചെയ്യുന്നു. എന്തിനാണ്? എൻ്റെ കഴിവനുസരിച്ചല്ല, എന്നിൽ വ്യാപരിക്കുന്നതായ ദൈവത്തിൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. ക്രിസ്ത്യൻ കൗൺസിലിങ്ങില് ഒരുപാട് സ്ട്രെയിനുണ്ട്, ടൈമുണ്ട്. ഓരോ വ്യക്തിത്വത്തെയും മനസ്സിലാക്കി അതിനനുസരിച്ച് സംസാരിക്കണം, അനുസരിച്ചുള്ള ഭാഷകൾ ഉപയോഗിക്കണം, ക്ഷമ വേണം, സഹിഷ്ണുത വേണം. പലപ്പോഴും പല കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പേര് അവതരിപ്പിച്ച് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധയോടെ നടത്തേണ്ടതായ ഒരു ശുശ്രൂഷയാണ് കൗൺസിലിംഗ്. അതിന് ഒരുപാട് ത്യാഗമുണ്ട്. നമുക്ക് തന്നെ ഒരുപാട് വേർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. എന്താണ് ഉദ്ദേശം? ക്രിസ്തുവിൽ എല്ലാവരെയും അവരവരുടെ ലെവലിൽ പക്വതയുള്ളവരാക്കി നിർത്തുക. ആത്യന്തികമായി ദേഹി മണ്ഡലത്തിൽ സ്വസ്ഥത. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളോട് ഒന്ന് വായിച്ചാൽ. മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ അധ്വാനിക്കുന്നവരും കഴിയട്ടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാ അടുക്കലും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് ആകർഷിക്കുന്നതായ കാര്യമാണ്. ശരിയാണ്. പാപഭാരങ്ങളിൽ ജീവിക്കുന്നതായ വ്യക്തികൾക്ക് കർത്താവ് ആശ്വാസം കൊടുക്കും. കർത്താവ് ആശ്വാസം കൊടുക്കുന്നത്, കർത്താവ് അനുഭവം കൊടുക്കുന്നത് വിശ്വാസത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്ന സംഗതി. 29-ാം വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ.
ഞാൻ സൗമ്യതയുണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞതാ, താഴ്മയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ നുഖമേറ്റുകൊണ്ട് എന്നെ നോക്കി പഠിപ്പിൻ. യേശു ചുമക്കുന്നതായ നുഖത്തിന്റെ കീഴിൽ ഒരു വശത്ത് കർത്താവുണ്ട്, ഡിസിപ്ലിൻ ഇല്ലാത്തതായ ഒരു കാള, അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞതായ ഒരു കാള, എടുത്തിയാടുന്ന ഒരു കാള, അല്ലെ പുറകോട്ട് വലിയുന്ന ഒരു കാള. മറ്റേ ഭാഗത്ത് പക്വത വന്നതായ ഒരു കാളയെ കിട്ടിയാൽ ആ കാള ഇതിനെ കൂടെ കൊണ്ടുപോകും. ഈ കാള മറ്റേ കാളയെ നോക്കി പഠിക്കണം. കർത്താവ് അതാ പറഞ്ഞേ, നിങ്ങൾ എന്നെ നോക്കി പഠിക്കേ. എന്റെ വായിലെ വാക്കുകൾ മാത്രമല്ല, എന്നെ നോക്കി പഠിക്കേ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യേ. അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും? എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ, അവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദേഹിയാണ്. ദേഹിയിലാണ് ആശ്വാസം വേണ്ടത്. മാനസിക മണ്ഡലത്തിൽ, സൈക്കോളജിക്കൽ മണ്ഡലത്തിൽ, ചിന്താമണ്ഡലത്തിൽ, വൈകാരിക മണ്ഡലത്തിൽ, തീരുമാനമെടുക്കുന്ന മണ്ഡലത്തിൽ ആശ്വാസം. റെസ്റ്റ് ഫോർ സോൾസ്. നമ്മുടെ ദേഹിക്ക് ആശ്വാസം ഉണ്ടാകുവാൻ നാം മുഖാന്തരമായി തീരണം. ഞാൻ അടുത്ത ദിവസം മൂന്നാമത്തെ കാര്യങ്ങൾ തുടങ്ങി പഠിപ്പിക്കാം. ഇന്ന് നമ്മൾ യോഗ്യതയുടെ അത്യാവശ്യകതയെ കുറിച്ച് ചിന്തിച്ചു, അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് പൊതുവായി ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഇനിയും ദേഹം, ദേഹി, ആത്മാവ് മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടതായ പ്രത്യേക യോഗ്യതകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. താങ്ക് യു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഈ ഗോസ്പൽ ടി വി ഇത്രയും സമയം നമ്മോടൊപ്പം ഈ ഗോസ്പൽ ടി വി UP എന്ന ചാനലിനോടൊപ്പം ദൈവവചനം ശ്രവിപ്പാനും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം സമയം, തന്റെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം നൽകിയ ദേവദാസനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവത്തിന്റെ വചനം ഈ ക്ലാസ്സുകൾ ശ്രവിക്കേണ്ടതിനും ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും ദൈവമായ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.